നല്ല രുചികരമായ ഭക്ഷണത്തിനൊപ്പം വചനവിരുന്നും വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട് മാനന്തവാടി ടൗണിൽ. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ ഡ്രൈവർ ബാബുചേട്ടനും ഭാര്യ ഉഷച്ചേച്ചിയും ചേർന്ന് നടത്തുന്ന പേരില്ലാത്തൊരു ഹോട്ടൽ. ഈ ഹോട്ടലിന്റെ ഭിത്തികളിൽ നിറയെ വചനങ്ങളാണ്. ക്യാൻസർ മൂലം നഷ്ടമാകുമായിരുന്ന ജീവിതം തിരികെ തന്ന ദൈവസ്നേഹത്തെ സധൈര്യം മറ്റുള്ളവർക്കും വിളമ്പി നൽകുകയാണ് ബാബുവേട്ടനും ഉഷച്ചേച്ചിയും. എൻ്റെ പേര് ജെയിംസ്, ബാബു എന്ന് വിളിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ഉഷ മരിയ. ഞങ്ങൾ മാനന്തവാടി രൂപതയിലെ മാനന്തവാടി ടൗൺ ഇടവ അംഗങ്ങളാണ്. ഞാൻ മാനന്തവാടി രൂപത പിതാവ് മാർ ജോസ് പൊരുന്നേടം പിതാവിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 3 പിതാക്കന്മാരുടെ കൂടെ ജോലി ചെയ്തു. തൂങ്കുഴി പിതാവ്, പോത്തനാമൊഴി പിതാവ്, ഇത് 3ാമത്തെ പിതാവ് ജോസ് പിതാവിൻ്റെ കൂടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന നല്ല സന്തോഷത്തോടെ ആണ് ജീവിക്കുന്നത്. ഞങ്ങൾ മാമുദീസ വേറൊരു ഇതിൽ നിന്ന് വന്ന് മാമുദീസ സ്വീകരിച്ച അംഗങ്ങളാണ്. 13 വർഷമായിട്ട് ഞങ്ങൾ മാമുദീസ സ്വീകരിച്ച് ഞങ്ങൾ മാനന്തവാടി ടൗണിൽ ഒരു ചെറിയ മെസ്സ് നടത്തുന്നുണ്ട്. എൻ്റെ വൈഫാണ് അത് നടത്തുന്നത്. ഒത്തിരി വചനങ്ങളും പിന്നെ ഒരു കാര്യമുള്ളത്, ഞങ്ങൾ ദൈവാനുഗ്രഹത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി കഷ്ടതകളിൽ കൂടി ഞങ്ങളൊത്തിരി ഈ പീഡാനുഭവം എന്ന് പറയാം, ഒത്തിരി അങ്ങനെയുള്ള രോഗങ്ങളിൽ കൂടി 2ാം ജന്മം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിച്ച് വന്നതാണ്. വലിയൊരു അസുഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ ഉള്ള വിഷയങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നേരത്തെ ഒരു രോഗം വന്നു. ഡോക്ടർ പറഞ്ഞു ഇതൊരു ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണുന്നത്, അപ്പം നമുക്ക് ഇനിയിപ്പം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ പകുതി ജീവൻ പോയ പോലെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ പോയത്. എന്ന് വെച്ചാൽ ഇനി പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു, ഇനി വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ എന്നവരെ എൻ്റെ മനസ്സിലിങ്ങനെ ആ സമയത്ത് ഓടിയിരുന്നു. എങ്കിലും ദൈവം കൈവിട്ടില്ല. അപ്പം ഈ ടെസ്റ്റിന് പോകേണ്ട ആ ദിവസം ആയപ്പോഴത്തേനും നമുക്ക് മാനന്തവാടി രൂപതയുടെ ഒരു മണിമൂലി ഒരു പാസ് സെൻ്ററുണ്ട്. അവിടെ ഒരു ധ്യാനം നടത്തുന്ന ഒരു തോമസ് പെരുമാട്ടിക്കുന്നേലച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിലൊന്ന് പങ്കുചേരണം, അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെയുള്ള സിസ്റ്റർ ജോയ് മേരി അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ജോയ് മേരി അമ്മ പറഞ്ഞു ഇതിലേ വാ, നമുക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തലേദിവസം ഞങ്ങൾ ചെന്നു. പിറ്റേ ദിവസം രാവിലെ അച്ഛനൊരു ഇടവകയൊക്കെ ഉണ്ട്. അച്ഛൻ അവിടെ കുർബാനയെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങളെ ഇങ്ങനെ നിർത്തി, അച്ഛൻ്റെ ശുശ്രൂഷകരും നടുക്ക് ഞങ്ങളെ നിർത്തി, ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് അവർ പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, അതിലൊരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, 2 സ്ത്രീകളോട് എനിക്ക് ദേഷ്യമുണ്ട്, മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ദേഷ്യം എടുത്ത് മാറ്റണം എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ പെങ്ങന്മാരോട് തന്നെയാണ് എനിക്ക് ആ വിഷമമുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്ഷമിക്കാനുള്ള കൃപ അന്നേരം എനിക്ക് ഈശോ തന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ക്ഷമിച്ചു. അപ്പം ഈശോ അത് കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ തന്നെ പറഞ്ഞു ഈശോ ആ രോഗം എടുത്തു മാറ്റി എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം എൻ്റെ ശരീരത്ത് അച്ഛൻ ഷർട്ടൊക്കെ മാറ്റി നോക്കി, അവിടെ അങ്ങനെ ആ രോഗം അവിടെ കാണാനില്ല. അപ്പം ദൈവത്തിന് അന്നേരം ഞങ്ങൾ നന്ദി പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഡോക്ടറെ പോയി ഒന്ന് കാണണം, കണ്ട് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മിംസിൽ ചെന്നു. അപ്പോൾ ആ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, എന്നാലും വയറിന് ഡോക്ടറെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വയറിൻ്റെ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു. ടോണി എന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പം ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളിങ്ങനെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു, അന്നേരം എൻ്റെ ഈ രോഗം മാറിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ധ്യാനത്തിൽ മാറിയോ എന്ന് ചോദിച്ചു. മാറി, അങ്ങനെയാണ് ഈശോ മാറ്റിയെന്ന് ഞാൻ നേരിട്ട് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് അതിൽ സന്തോഷമാണ് തോന്നി കേട്ടോ. എന്നിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ജീവിതത്തിൽ എന്തോ വലിയൊരു സമ്മാനം കിട്ടിയ പോലെ ആയിപ്പോയി ആ ഒരു വരവ്.
ഹോട്ടൽ, ചെറിയൊരു ഹോട്ടലാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ അവിടെ. അത് നടത്തുന്നുണ്ട്. അപ്പം അതിൽ ഒത്തിരി വചനങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. വചനങ്ങൾ, ഈശോയുടെ പടമുണ്ട്, മാലാഖമാരുടെ പടമുണ്ട്, പാദ്രി പിയോയുടെ പടമുണ്ട്. അങ്ങനെ പലരുടെയും ഫോട്ടോകൾ എല്ലാം അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം വരുന്നവർക്കെല്ലാം എല്ലാവരും പറയുന്നു, ഇങ്ങനെയൊക്കെ വെച്ചാൽ ആൾ വരുമോ, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാ വെച്ചാൽ ഇത് കണ്ടുവരുന്നവർ വന്നാൽ മതി. എന്നാന്ന് ചോദിച്ചാൽ ഈശോയുടെ താല്പര്യം എല്ലാവരും അറിയട്ടെ ഈശോയെ പറ്റി. അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ചിലർ സംശയം ചോദിക്കും, ഇതെന്താണ്, ഇതാരാണ്, എന്നാൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്തോഷമാണ് അന്നേരം. ഈ വചനങ്ങൾ, സങ്കീർത്തനങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അത് പലർക്കും അതിൻ്റെ ഭാഗം എന്നതാണ്. അപ്പോൾ അങ്ങനെ ചിലർ ചോദിച്ചത് മനസ്സിലാക്കുന്നുമുണ്ട്. ഞാൻ എപ്പോഴും ഒന്നും അവിടെ ഇല്ല. എന്നു വെച്ചാൽ പിതാവിന് പരിപാടി ഇല്ലെങ്കിൽ ഞാൻ പോയി സഹായിക്കാനൊക്കെ കൂടും. ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ അവിടെ ഒക്കെ സപ്ലൈ ചെയ്യാനൊക്കെ കൂടാറുണ്ട്. അങ്ങനെയാണ്. ബാക്കിയെല്ലാം എൻ്റെ വൈഫ് ഉഷയാണ് ചെയ്യാറ്. കടയിൽ ചോറും കറികളും, ഉച്ചയ്ക്ക് ചോറും കറികളും മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചോറ്, സാമ്പാർ, പിന്നെ മോര് കാച്ചിയത്, മീൻകറി, കൂട്ടുകറി അല്ലെങ്കിൽ അവിയൽ, തോരൻ, അച്ചാർ അല്ലെങ്കിൽ മുളകരച്ചത്, പിന്നെ പപ്പടം, അങ്ങനെ കറികൾ കൂട്ടി, പിന്നെ മീൻ വറുത്തതും ഉണ്ടാവും, ബീഫ് വരട്ടിയതും ഉണ്ടാവും. ഇത്രയാണ് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളും അത് തന്നെയാണ് കഴിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ തമ്പുരാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അത് ഉണ്ടാക്കുന്നു. അപ്പോൾ അതെല്ലാം ദൈവം തന്ന അനുഗ്രഹമാണെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഭക്ഷണ സാധനങ്ങളുടെ വിലയാണെങ്കിലും ബീഫൊക്കെ ഞങ്ങൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത് ബീഫ് ഞങ്ങൾക്ക് തരുന്ന ആൾ തന്നെ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെയാണ് ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് മുതലാകുക എന്ന്. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ കൂട്ടിയ തമ്പുരാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങളല്ല. കാരണം എനിക്ക് രോഗം വന്ന സമയത്ത് ഈ കട പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ഇനി തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. ഈശോയെ ഈ കട പൂർണ്ണമായി അങ്ങ് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോഴും ഞാൻ പൈസ കുറവിൽ മീനോ ബീഫോ ഒക്കെ വിറ്റാലും അത് നഷ്ടം വരുമോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം പൈസ ഇല്ലേ എന്നൊന്നും ചിന്തിക്കില്ല. ഈ കിട്ടുന്ന പൈസ ഞാൻ എണ്ണി നോക്കാറുമില്ല. ആ പൈസ പേഴ്സിൽ എടുത്ത് വെച്ചിട്ട് പോകും. പിറ്റേ ദിവസം സാധനം മേടിക്കും. ഇനി പൈസ കയ്യിലില്ലെങ്കിൽ എനിക്ക് എല്ലാവരും സാധനം കടം തരും. മീനും വാങ്ങുന്നവരാണേലും ബീഫ് വാങ്ങുന്നിടത്താണേലും ഒക്കെ. അപ്പോൾ പൈസ ഉള്ളപ്പം കൊടുക്കും. അപ്പം അതിനെപ്പറ്റി ബിസിനസ് എങ്ങനെ പോകുന്നൊരു വേവലാതി എനിക്കില്ല. അത് കർത്താവിനെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതുവരെയും ഇത്രയും വർഷങ്ങളായിട്ടും അത് ഭംഗിയോടെ നടത്തുന്നു. അതൊരു ദിവസം പോലും മുടങ്ങാൻ അനുവദിക്കാറില്ല. ഇനി ഞാൻ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ മാത്രം കട അടയ്ക്കാറുള്ളൂ. പക്ഷേ എന്നെ ഒരു ദിവസം പോലും ഒരു സുഖമില്ലാതെ എന്നെ വീട്ടിലിരുത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ടാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടും ഈ കട ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. ലൈസൻസിൽ ഗ്രാൻഡ് മാസ് എന്നാണ് പേര്. പിന്നെ ബോർഡ് ഞങ്ങൾ ആദ്യം ഒരു ബോർഡ് വെച്ചിരുന്നു. അപ്പോൾ ആ ബോർഡ് പിന്നെ പിറ്റേ ദിവസം അത് ആരാന്നറിയില്ല, ആരോ അത് കീറിയിരുന്നു. പിന്നീട് ഞങ്ങളൊരു ബോർഡ് വെച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കർത്താവ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരട്ടെ. ഞാൻ 2008 മാനന്തവാടി ടൗണിൽ ഹോട്ടൽ തുടങ്ങിയത്. അതിന് മുമ്പ് രൂപതയുടെ തന്നെ കോളേജ്, മേരിമാതാ കോളേജിൻ്റെ ക്യാൻറ്റീൻ നടത്തുമായിരുന്നു. അങ്ങനെ ടൗണിൽ ഹോട്ടൽ നടത്തിക്കൊണ്ടിപ്പോൾ രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക്, രാത്രി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ബിരിയാണി ഐറ്റംസ്, പൊറോട്ട, മസാല ദോശ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തമ്പുരാനെ അറിഞ്ഞ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. കാരണം വിശുദ്ധ ബലി കഴിഞ്ഞ് വന്നിട്ട് ടൈം കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വിശുദ്ധ കുർബാനയോളം വലുതായിട്ട് ഈ ലോകത്ത് വേറൊന്നുമില്ല. അപ്പോൾ അത്രയും വലിയൊരു പ്രാർത്ഥനയും വേറെയില്ല. അപ്പോൾ എനിക്കത് മുടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, ഈ രാവിലത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് മാത്രം മതി. അപ്പോൾ എനിക്ക് വിശുദ്ധ ബലി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വന്ന്
സമാധാനത്തിൽ ചെയ്താൽ മതി. ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായി ഉച്ചയ്ക്ക് ആൾക്കാർ ഒന്നിച്ചു വരും. ആ വന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പിന്നെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് വന്ന് പിന്നെ വീട്ടിലെ കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ള വരുമാനം മതി എന്ന് ഞാൻ വിചാരിച്ചു. അധികം പൈസ കാരണം ഞങ്ങൾക്ക് രോഗമൊന്നും മനസ്സിലായി, കോടികൾ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. സൗഖ്യപ്പെടുത്താൻ കർത്താവ് തന്ന സൗഖ്യമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് പണം കൊണ്ടുണ്ടായ സൗഖ്യമല്ല. അത് എന്നെ ചികിത്സിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ ദൈവാനുഗ്രഹം എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം 2 തരം ക്യാൻസറായിരുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. മൂത്തവൻ്റെ പേര് അരുൺ, പക്ഷെ അവൻ്റെ മാമുദീസ കഴിഞ്ഞപ്പോൾ അവന് ജോസ് എന്ന് പേരിട്ടു. ഇളയവൻ അനിലായിരുന്നു, അവന് എമ്മാനുവൽ എന്ന പേര് വിട്ടു. മൂത്തവൻ്റെ വൈഫ് അനന്യ, രണ്ടാമത്തെ വൈഫ് അന്ന. അവർക്ക് ഇളയവന് 3 കുഞ്ഞുമക്കളുണ്ട്, മൂത്തവന് ഒരാളുണ്ട്. അവർ 2 പേരും ജോലി ചെയ്യുന്നു. മൂത്തവൻ വേറൊരു വീട് വെച്ച് അവനവിടെ താമസിക്കുന്നു. ഇളയവൻ ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്നു. 2 പേർക്കും ജോലിയുണ്ട്. നമ്മുടെ രൂപതയിൽപ്പെട്ട സ്ഥാപനത്തിൽ തന്നെയാണ്. ഈ മാമുദീസ എല്ലാം കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നു വെച്ചാൽ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പം ആ കിട്ടുന്ന ഒരു സന്തോഷം അതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അസ്വസ്ഥതകളോ ഒന്നും അധികം അനുഭവപ്പെടുന്നില്ല. എന്നു വെച്ചാൽ അന്നേരം എന്ത് അസ്വസ്ഥത വന്നാലും ഉടനെ ഈശോയെ വിളിക്കും. ഈശോയെ വിളിച്ചാൽ അത് പരിഹരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള യാത്ര. എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഈ അസുഖം മാറി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഈശോയാണ് സത്യദൈവം എന്ന് എനിക്ക് ആദ്യം അത്ര ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ അനേകം മതങ്ങളൊക്കെ ഉണ്ടല്ലോ ലോകത്ത്, അനേകം മനുഷ്യരുണ്ട്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എങ്ങനെ ശരിയാകും, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ, ഇങ്ങനെ രോഗം വന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങ് സത്യദൈവമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങ് സത്യമല്ലെങ്കിൽ പിന്നെ ഈ തിരുസഭയിൽ മാർപ്പാപ്പന്മാർ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, അവരുടെയൊക്കെ ജീവിതം, അവരുടെ ബ്രഹ്മചര്യം അത് വെറുതെ ഇല്ലേ. അതുകൊണ്ട് അങ്ങ് സത്യമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തിരുസഭയെ നോക്കിയിട്ടാണ് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റിയത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങ് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂടുതൽ ഉറപ്പിക്കാൻ, അല്ലെ എനിക്ക് കൂടുതൽ ബോധ്യം തരാനാണ് എൻ്റെ കർത്താവ് എൻ്റെ ജീവിത പങ്കാളിയുടെ ആ രോഗം പ്രാർത്ഥിച്ച നിമിഷം തന്നെ എടുത്തു മാറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ പഠിച്ചു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ അവിടെ ധ്യാനത്തിന് പോകും. മാമോദിസ സ്വീകരിക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ബലിക്ക് പോകും. അപ്പോൾ യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. അങ്ങനെ അത് റിമൂവ് ചെയ്ത സമയത്ത് ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നെ മാതാവ് വന്ന് എന്നെ തൊട്ടു. ഒരു വിഷമിച്ച് ഒരു ടെൻഷനിൽ ഞാൻ കിടക്കുമ്പോഴാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഞാനല്ലേ നിന്നെ സർജറി ചെയ്ത്, നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ അമ്മ നല്ല പ്രകാശത്തിൽ, എനിക്ക് അമ്മയുടെ മുഖം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കി റൂം മുഴുവൻ പ്രകാശമായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ കണ്ടു, എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ജീവനുള്ള ഒരപ്പം ഇങ്ങനെ വന്ന് വീഴുന്നിട്ട് എന്നോട് പറയുക, ഞാനാണ് ജീവനുള്ള ദൈവം, ജീവനുള്ള അപ്പം നിനക്ക് ഞാൻ തരിക. അപ്പോൾ ആ അപ്പം എൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന് പിന്നെ അത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഈ അപ്പം പൊടിഞ്ഞു നുറുങ്ങി കഷ്ണങ്ങളായിട്ട് എൻ്റെ കഴുത്തിന് ചുറ്റും, മുഖത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങുക. എന്നിട്ട് ഞാനൊരു സ്വരം കേട്ടു, നീ മുറിയണം, അനേകർക്ക് വേണ്ടി ഇതുപോലെ മുറിയണം എന്ന്. അങ്ങനെ 1 വർഷം മുമ്പ് ഇങ്ങനെ കണ്ടു. അതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കഴുത്തിൻ്റെ സൈഡിലൊരു മുഴ പ്രത്യക്ഷപ്പെട്ടു. താടിയലിൽ 3 മുഴയുണ്ടായി. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇത് സ്കാൻ ചെയ്തപ്പോൾ
ഈ കടലാസ് ഈ അപ്പം ചെറിയ നുറുങ്ങി പൊടിഞ്ഞ് എൻ്റെ മുഖത്തിന് ചുറ്റും കറങ്ങിയതുപോലെ, നെഞ്ചിന് ചുറ്റും കറങ്ങിയതുപോലെ ആയിരുന്നു. ചെറിയ പീസുകളായിരുന്നു ഉള്ളിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കൈകൊണ്ട് തെറിപ്പിച്ചാൽ എങ്ങനെയാണ് അതുപോലെയാണ് അതിലെഴുതിയിരുന്നത് ആ റിപ്പോർട്ടിൽ. പക്ഷെ എന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഇങ്ങനെ ആൾക്കാർ പറയുന്നില്ല, ഇവർ കണ്ടില്ലേ വലിയ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് ഇപ്പോൾ രോഗമൊക്കെ വന്ന് കണ്ടില്ലേ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ബോധ്യം, കർത്താവാണ് ദൈവം എന്നൊരു ബോധ്യം കൊടുക്കാൻ തമ്പുരാനെ എന്നെ സുഖപ്പെടുത്തുന്ന ഇടയ്ക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. കാരണം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി മാറാൻ. അങ്ങനെ ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ വലിയ ചെമ്പിൽ ചോറൊക്കെ വെച്ചിട്ട് അത് തനിയെ പകുതി ചോറ് കോരിക്കഴിയും ബാക്കിയൊക്കെ വെയിറ്റ് എടുക്കാനും അത് കൊണ്ട് മാറ്റി വെക്കാനും എല്ലാം ഒന്നും എനിക്കൊരു ഭയമില്ല. കാരണം രാവിലെ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഈശോ കൂടെ ഉണ്ട്. ഞാൻ ഓരോ കോശത്തിലും ആത്മാവിലും ഞങ്ങളുടെ രക്തത്തിലും ഈശോ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെടുക്കുമ്പോഴും അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ 2 മേജർ സർജറി കഴിഞ്ഞതല്ലേ, അങ്ങനെയൊന്നും ഒരു ഭയമില്ല. കാരണം എൻ്റെ ശരീരം ബലഹീനമാണെങ്കിലും എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ അങ്ങനെ എല്ലാ ജോലിയും ചെയ്യും. പിന്നെ ആൾക്കാർ വരുമ്പോൾ അത് ഭക്ഷണമാണെങ്കിലും കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലാഭം നോക്കിയിട്ടല്ല, അതിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ ഒരു നഷ്ടം വരാത്ത രീതിയിൽ മാത്രം അത് വിലയൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മനുഷ്യർക്ക് പ്രാർത്ഥിച്ച് ഈശോയെ ഇത് കഴിക്കുന്നവർക്ക് അവർക്ക് സൗഖ്യം, അവരുടെ ആത്മാവിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാണ് ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. ആദ്യം എനിക്ക് ഈ താടിയല്ലിൽ ഒരു 3 മുഴയുണ്ടായത് ദൈവം ഒരു അടയാളം കാണിച്ചു തന്നെ എന്നെ സുഖപ്പെടുത്തുമെന്ന്. അന്ന് ബിഷപ്പ് രാവിലെ വിശുദ്ധ ബലിക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലി കഴിഞ്ഞ ഉടനെ അന്ന് അഭിബന്ധി പിതാവ് ജോസ് പിതാവാണ് ബലി അർപ്പിച്ചത്. വിശുദ്ധ ബലി കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം രാത്രിയാണ് ഈ താടിയിൽ 3 മുഴ കാണുന്നത്. അപ്പോൾ രാവിലെ വിശുദ്ധ ബലി കഴിഞ്ഞ് ഞാൻ കുരിശിൻ്റെ വഴി ഇങ്ങനെ മുട്ടിൽ നീന്തി ബിഷപ്പോസിൻ്റെ ചാപ്പലിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് താഴെ വന്ന് നോക്കുമ്പോൾ ആ താടിയിലെ 3 മുഴയും അപ്രത്യക്ഷമായിരുന്നു. പക്ഷെ എന്നെ സ്കാൻ ചെയ്ത് എൻ്റെ ഈ ഡോക്ടറെ പോലും ദൈവം തന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ മേപ്പാടി മിംസിലാണ് പോയത്. അപ്പോൾ അവിടെ ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയിൻ ഡോക്ടർ അവിടെ ഇരുന്ന് ഞങ്ങളെ നോക്കി. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നിൻ്റെ വീട് എവിടെയാണ്, ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു നായർ സമുദായത്തിൽ പെട്ടവരായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, സാറ് നായരാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ നാടും അതിൻ്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് സാറിൻ്റെ ബന്ധുവെന്ന്. അങ്ങനെ ഭയങ്കര ഒരു കെയറിങ് ഡോക്ടർ തന്നു. അപ്പോൾ അതിനു മുന്നേ ബഹുമാനപ്പെട്ട തോമസൻ എന്നോട് പറഞ്ഞിരുന്നു, നമ്മളെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറെയും ഹോസ്പിറ്റലിനെയും പിന്നെ ശുശ്രൂഷിക്കുന്നവരെയും നേഴ്സുമാരെയൊക്കെ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയമെല്ലാം ജപമാല ചൊല്ലും. ഡോക്ടേഴ്സിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്കിപ്പം എന്തെങ്കിലും നമ്മളൊരു വെയിറ്റ് ചെയ്യുന്ന അല്ലേ പിന്നെ അയ്യോ സമയം പോയില്ല അവരെന്താ വരാത്തത് അങ്ങനെയൊന്നും ചിന്തയില്ല. നമുക്ക് കിട്ടുന്ന സമയം ജപമാല ചൊല്ലാനുള്ള സമയമാണെന്നൊരു ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം ജപമാല ചൊല്ലും, ഒരു അക്ഷമയില്ല. അങ്ങനെ ജപമാല ആ ഡോക്ടർക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. പിന്നെ ആ കെയറിങ് സാറ് തന്നു. അദ്ദേഹം ഒരു വിജാതീയനായിരുന്നിട്ട് പോലും എന്നോട് പറയുമായിരുന്നു, ഞാൻ സർജറിക്ക് പോകുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമായിരുന്നു. എൻ്റെ ചെക്കപ്പിന് എന്നെ നോക്കാനൊക്കെ വരുമ്പോൾ എൻ്റെ നേരെ കൈയും കുപ്പിയിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും മനുഷ്യൻ്റെ ഒരു ബുദ്ധിയും പെരുമാറ്റവും അല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ബന്ധുവിനെ എൻ്റെ സർജറിക്കായിട്ട് എൻ്റെ കർത്താവ്, അതും വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സാറാണ് അദ്ദേഹത്തെ ഈ മേപ്പാടിയിൽ വയനാട്ടിൽ കൊണ്ടുവന്ന് എല്ലാത്തിനും കർത്താവിന് നന്ദി പറയാൻ മാത്രമേ പറ്റുള്ളൂ.
സമ്പൂർണ്ണ ബൈബിള് എഴുതാനുണ്ടായ ഒരു കാരണം, ആദ്യം പുതിയ നിയമം എഴുതിയത് ഞങ്ങൾ പള്ളിയിൽ നിന്ന് മാതൃവേദിയുടെ അംഗങ്ങൾ ഇങ്ങനെ നമുക്ക് പുതിയ നിയമം എഴുതിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ അത് ട്രൈ ചെയ്തപ്പോൾ അത് കൂടുതലൊരു അഭിഷേകമായി. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് മേച്ചിട്ടിട്ടാണ് ഇരുന്ന് എഴുതുക. പിന്നെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഉള്ള വീട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ് താമസിക്കുന്നത്, തൊട്ടടുത്തുള്ള വീട്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ അവരെപ്പോഴും ചോദിക്കും, നീ എന്നത് എത്ര ആയി നീ എഴുത്ത് തുടങ്ങിയിട്ട്? അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ബൈബിൾ പകർത്തി എഴുതുന്ന. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ മൂത്ത മോൻ്റെ വൈഫ്, അവൾ ഈ TTC കഴിഞ്ഞതാണ്, ജോലിയൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ഭയങ്കര വിഷമം, ഒരു ജോലിയൊന്നും ഇല്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ വീട്ടിൽ ഇരുന്ന് മടുത്തു, എന്താ അമ്മ ഒരു പണിയൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അടുത്തുള്ള ആ വ്യക്തി, ആ ഇസ്ലാം സഹോദരി പറഞ്ഞു, കണ്ടില്ലേ നിൻ്റെ അമ്മ ഇങ്ങനെ എത്രയായി നിൻ്റെ അമ്മ ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതാൻ തുടങ്ങിയിട്ട്, നിനക്ക് നിൻ്റെ അമ്മയോട് പറഞ്ഞുകൂടെയെന്ന് നിൻ്റെ അമ്മയോട് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടെ ഈ തിരുവചനം എഴുതുമല്ലേ, അങ്ങാണല്ലോ ജീവനുള്ള വചനമല്ലേ, അങ്ങ് വചനം മാംസമായതല്ലേ എൻ്റെ തമ്പുരാൻ, അപ്പോൾ ഇവക്കൊരു ജോലി കൊടുക്കണേ എന്ന് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നെ ഉറക്കെ പറഞ്ഞില്ല, മനസ്സിൽ പ്രാർത്ഥിച്ച്. അന്ന് തന്നെ അവളെ ഇവിടെ ഒരു പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, MGM സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, ആ സ്കൂളിലേക്ക് ജോലിക്ക് വിളിച്ചു. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതെനിക്കൊരു സന്തോഷമുള്ള അനുഭവം. ഇപ്പോഴും അവളോട് ജോലി ചെയ്യുന്നുണ്ട്, വചനം എഴുതി വെക്കാനുണ്ടായി സാഹചര്യം. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വചന പ്രഘോഷണം നടത്താനും ധ്യാന കേന്ദ്രം അങ്ങനെ അവസരം ഉണ്ടാവില്ല. അപ്പോൾ ജീവിതം തന്നെ സാക്ഷ്യമാകണമെന്നൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം നമ്മൾ ജീവിക്കുന്ന കണ്ടിട്ട് മറ്റുള്ളവർ ഈശോയെ അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മിതമായ വിലയ്ക്ക് വിൽക്കാനും അങ്ങനെ വചനങ്ങൾ എഴുതി വെക്കുമ്പോൾ വചനം നമ്മെ വിശുദ്ധീകരിക്കും. അപ്പോൾ വചനം പറയുന്നവരെയും അത് കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ ഈശോ ദൈവമാണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാമല്ലോ ഈശോ ദൈവമാണെന്ന്. അപ്പോൾ ആ വചനങ്ങൾ എഴുതി വെക്കുമ്പോൾ അത് വായിച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം ഈ വചനങ്ങൾ അവരുടെ ഓർമ്മയിൽ, കാരണം എന്നും വരുന്നവർ ഇതെന്നും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർക്കൊരു വിഷമഘട്ടം വരുമ്പോൾ ഈ വചനം ഒരു ഓർമ്മിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടൻ താഴെ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൻ്റെ താക്കോല് വേണം. അപ്പോൾ ഞാൻ താക്കോല് കൊടുത്ത് കുറേ സമയം കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ള രോഗമാണ്, അതുകൊണ്ട് പുറത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നപ്പോൾ എനിക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു തന്നു, മാതാവ് കാണിച്ചു തന്നാൽ. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി വന്ന്, ഞാൻ അറിയാത്ത ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ ഈ രോഗം മാറാൻ എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് താക്കോൽ തിരിച്ചു തന്നിട്ട് പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, എന്നെ മേഡം എന്ന് അദ്ദേഹം വിളിച്ച്, എന്താ അങ്ങനെ വിളിക്കുന്ന എനിക്കറിയില്ല. മേഡം എൻ്റെ രോഗം മാറിയിട്ടോ, മേഡം ഒന്ന് പ്രാർത്ഥിച്ചില്ലേ, അതിന് ശേഷം എൻ്റെ രോഗം മാറി, ഇപ്പോൾ എനിക്ക് യൂറിൻ തടസ്സമില്ല, അതിന് ശേഷം ആ രോഗം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും, ഞങ്ങൾ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, സംസാരിക്കും. ഈയിടെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്ക് പെട്ടെന്ന് ഒരു വശം തളർന്ന് ഹോസ്പിറ്റലിലായി. അപ്പോൾ തലച്ചോറിന് എന്തോ തകരാറ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കണം മേഡം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ ബലിയിൽ രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ്, എല്ലാം വിശുദ്ധ കുർബാനയിലാണ് സമർപ്പിക്കുക. പിന്നെ ആ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ MRI ചെയ്യാൻ കയറിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ തളർച്ച മാറി, ആ തളർന്ന വശം ശരിയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നന്നായി ചെയ്യണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു.